ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വ്ളോഗ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മാസ്റ്റർ സ്വിച്ച് വീടുകളിൽ എങ്ങനെ കൊടുക്കുക എന്നുള്ളതാണ്. ഇതിന് ചെറിയൊരു സ്വിച്ച് ബോർഡ് എടുത്തിട്ടുണ്ട്. സ്വിച്ച് ബോർഡിൽ 3 2 വേ വയറാണ്, 3 2 വേ സ്വിച്ചാണ്. 3 2 വേ സ്വിച്ചും ഒരു 1 വേ സ്വിച്ചും. ഈ 1 വേ സ്വിച്ച് വീടുകളിൽ 16 ആമ്പിയറിൻ്റെ സ്വിച്ചാണ് ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ ടെസ്റ്റ് കാണിക്കുന്നതിന് വേണ്ടി ഞാൻ ഈ 1 വേ സ്വിച്ച് എടുത്തുന്നുള്ളൂ. അപ്പോൾ അതിന് 3 ഹോൾഡറും ബൾബും എടുത്തിട്ടുണ്ട്. 3 ഹോൾഡറും ബൾബ് എന്തൊക്കെയാണെന്നും പറയാം. ഒന്ന് ഹാളത്തെയാണെന്ന് വിചാരിക്കുക. ഹാളത്തെ സ്വിച്ച് ഇട്ടാൽ ഹാളത്തെ സ്വിച്ച്, പിന്നെ ബെഡ്റൂമത്തെ, പിന്നെ കിച്ചണിൻ്റെ ഔട്ട്. അപ്പോൾ ഇത് നമ്മളെ വീടുകളിൽ മാസ്റ്റർ സ്വിച്ച് കൊടുക്കുമ്പോൾ എല്ലാ റൂമുകളിലും ഓരോ 2 വേ സ്വിച്ചും, ഹാളിലും 2 വേ സ്വിച്ചും, സിറ്റ് ഔട്ടിലൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ എല്ലാ വീടുകളിലും എല്ലാ ഔട്ടർ ഭാഗത്താണ് കൂടുതലും മാസ്റ്റർ സ്വിച്ചിൻ്റെ കൺട്രോൾ കൊടുക്കാറുള്ളത്. അപ്പോൾ എങ്ങനെയാണ് വയറിങ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇത് 3 2 വേ സ്വിച്ച് എടുത്തിട്ടുണ്ട്. 3 2 വേ സ്വിച്ചുകളിൽ മാസ്റ്ററിൻ്റെ കൺട്രോള് 3 ടെർമിനൽ ഉള്ളത്. ഈ 3 ടെർമിനലും താഴത്തെ മാസ്റ്ററിൻ്റെ വയർ കൊടുക്കേണ്ടതാണ്. മുകളിൽ ഫേസിൻ്റെ വയർ വീഡിയോയിൽ കാണുന്നത് പോലെ ഫേസ് വയർ 2 വേ വയറിൻ്റെ മുകളിലത്തെ ടെർമിനലും, മാസ്റ്ററിന് സ്വിച്ചിട്ടാൽ കൺട്രോൾ കത്തുന്ന മാസ്റ്ററിൽ നിന്നും ഫേസ് വയർ ടെർമിനലിലെ അടിയിലുമാണ് കൊടുക്കേണ്ടത്. മോഡുലർ സ്വിച്ച് ആയതുകൊണ്ട് ചില കമ്പനികളിൽ വ്യത്യാസം വന്നേക്കാം. അപ്പോൾ അത് നോക്കി ചെക്ക് ചെയ്തിട്ട് മാറ്റി കൊടുക്കേണ്ടതാണ്. ഇനി ഫേസ് വയർ, അതായത് ഹോൾഡറിൻ്റെ പോയിന്റ് വയർ സെൻട്രലാണ് കൊടുക്കേണ്ടത്. അങ്ങനെ 3 കൊടുക്കുന്നത് വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ 3 ഹോൾഡറിലുള്ള പോയിന്റ് വയർ ആദ്യത്തെ 2 വേ സ്വിച്ചിൽ സെൻട്രൽ കൊടുത്തു. രണ്ടാമത്തെ ഹോൾഡറിൻ്റെ വയർ പോയിന്റ് വയർ രണ്ടാമത്തെ 2 വേൻ്റെ സെൻട്രൽ ടെർമിനൽ കൊടുത്തു. മൂന്നാമത്തെ ഹോൾഡറിൻ്റെ പോയിന്റ് വയർ മൂന്നാമത്തെ 2 വേ സ്വിച്ചിൻ്റെ സെൻട്രലത്തെ ടെർമിനലാണ് കൊടുത്തത്. ഇനി ന്യൂട്രൽ കണക്ഷൻ എങ്ങനെ കൊടുക്കാൻ നോക്കാം. അപ്പോൾ 3 ഹോൾഡറിലുള്ള ന്യൂട്രൽ വയർ ലിങ്ക് ചെയ്ത് കഴിഞ്ഞു. ഇത് മെയിൻ ന്യൂട്രൽ, ഈ വയർ മെയിൻ ന്യൂട്രൽ. ഇത് 3 ഹോൾഡറിലുള്ള ന്യൂട്രൽ വയറും ലിങ്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ മെയിൻ ഫേസ് വയർ 2 വേൻ്റെ മുകളിലത്തെ ടെർമിനൽ കൊടുത്തു കഴിഞ്ഞു. മാസ്റ്റർ കൺട്രോൾ സ്വിച്ചിൽ നിന്നും വരുന്ന വയർ 2 വേ സ്വിച്ചിൻ്റെ താഴത്തെ ടെർമിനലിൽ കൊടുത്തു കഴിഞ്ഞു. ഹോൾഡറിൽ നിന്നും വരുന്ന പോയിന്റ് വയർ സെൻട്രലിൽ കൊടുത്തു, 3 സെൻട്രലിൽ കൊടുത്തു കഴിഞ്ഞു. ഇനി കണക്ഷൻ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യത്തെ സ്വിച്ച് ഇട്ട് നോക്കാം. ഇത് ഹാളത്തെ സ്വിച്ചാണ്. ഇത് ബെഡ്റൂമത്തെ സ്വിച്ചാണ്. കിച്ചൻ്റെ ഔട്ട് സ്വിച്ചാണ്. ഇനി മാസ്റ്റർ സ്വിച്ച് നമ്മൾ റൂമിൽ നിന്ന് കൺട്രോൾ ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ വീടുകളിൽ വയറിങ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു മാസ്റ്റർ റൂം ഉണ്ടാവും. ആ മാസ്റ്റർ റൂമിലാണ് സ്വിച്ചിൻ്റെ കൺട്രോൾ വെക്കാറുള്ളത്. സ്വിച്ചിൻ്റെ കൺട്രോൾ വെക്കുമ്പോൾ ആ മാസ്റ്റർ കൺട്രോൾ ഓൺ ചെയ്യുമ്പോൾ ഔട്ട് സൈഡിൽ ഏതൊക്കെ നമ്മൾ മാസ്റ്റർ വയർ കൊടുക്കുന്നുണ്ടോ അവിടെയൊക്കെ ലൈറ്റ് കത്തുന്നതായിരിക്കും. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാം കത്തുന്നുണ്ട്. അപ്പോൾ ഹാള്, ബെഡ്റൂം, കിച്ചൺ ഔട്ട് എവിടെയൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടോ അവിടെയൊക്കെ നമ്മൾ സ്വിച്ചിൻ്റെ കൺട്രോൾ ഏതാണ് കൊടുത്തിട്ടുള്ളത് അത് വർക്ക് ചെയ്യുന്നതാണ്. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.